Celebrating 50 years. Majestic Jewelers. പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം നടത്തി. പെട്രോൾ ഡീസൽ വില വർധനവ് വരുത്തി ജനജീവിതം ദുസ്സഹമാക്കിയ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചത്. Hello Mr. Narendra Modi. Hello Mr. Narendra Modi. Hello Mr. Narendra Modi. Hello Mr. Narendra Modi. ആർക്കു വേണ്ടി ഭരിക്കുന്നു? ആർക്കു വേണ്ടി ഭരിക്കുന്നു? ആർക്കു വേണ്ടി ഭരിക്കുന്നു? ആർക്കു വേണ്ടി ഭരിക്കുന്നു? നാട്ടുകാരെ അറിയില്ലേ? നാട്ടുകാരെ അറിയില്ലേ? യന്ത്രം വാഴും ആർഎസ്എസ്. യന്ത്രം വാഴും ആർഎസ്എസ്. ആരെ പോറ്റാൻ ആരെ വളർത്താൻ? ആരെ പോറ്റാൻ ആരെ വളർത്താൻ? തിരൂർ സിറ്റി ജംഗ്ഷനിൽ നടന്ന പരിപാടി ബ്ലോക്ക് സെക്രട്ടറി സിഒ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ കോവിഡിൻ്റെ കാലത്തും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തും ഈ കുത്തകകൾക്ക് ഇഷ്ടം പോലെ രാജ്യത്തിനകത്ത് വിഹരിക്കാൻ അനുവാദം കൊടുക്കുന്ന തരത്തിലാകുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ 100 രൂപ കടന്നിരിക്കുകയാണ് പെട്രോളിൻ്റെ വില. പല സ്ഥലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പെട്രോളിൻ്റെ വില 100 രൂപയായി മാറിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത്രയും കിരാതമായ ഭരണം നമ്മുടെ നാട്ടിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല. പെട്രോളിന് 40 രൂപയാക്കുമെന്ന് പറഞ്ഞവർ അതാ 100 രൂപ സെഞ്ചുറി അടിച്ച് പോയിരിക്കുക. ഒരു പക്ഷേ നരേന്ദ്രമോദി ഇപ്പോൾ ഈ കാണിക്കുന്നത് നമുക്കറിയാം, ലക്ഷദ്വീപിൽ ഉൾപ്പെടെ അവർ RSSും BJPയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളെ ശ്രദ്ധ മാറ്റി തീർക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് വർഗീയ രൂപത്തിലായാലും ഈ മറ്റെല്ലാ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും ഈ എടുക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിനകത്ത് ഈ കാലത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരെ രാജ്യത്തിനകത്ത് അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ട സാഹചര്യമാണ്. KP ഷാജിദ്, M ഇർഷാദ്, നൗഫൽ കാവുങ്ങൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.